ഹലോ ഹായ്. ഇന്നിപ്പോൾ രാവിലെ ഞാനങ്ങനെ ഒരുപാട് തട്ടുകടയുടെ വീഡിയോകൾ മാത്രമേ ഇങ്ങനെ പോസ്റ്റ് ചെയ്തിട്ടുള്ളൂ. ഇല്ല അങ്ങോട്ടും ഇങ്ങോട്ടും യാത്രയൊക്കെ പോകുന്നതും അങ്ങനെയൊക്കെയുള്ള വീഡിയോകൾ മാത്രമേ ഞാൻ പോസ്റ്റ് ചെയ്യുന്നുള്ളൂ. പക്ഷേ ഇന്നലത്തെ കളിയും അതുപോലെ പോർച്ചുഗൽ ടീമിലുള്ള കുറച്ചവന്മാർ പറയാതിരിക്കാനും ഒരു വീഡിയോ ചെയ്യാതിരിക്കാനും പറ്റാത്തത് കൊണ്ടാണ്. അവരുടെ ഭാഷയൊന്നും വശമില്ല, എന്നാലും ഞാൻ എൻ്റെ ഒരു വിഷമവും സങ്കടവും പറയാൻ വിചാരിക്കുന്നത്. അപ്പോൾ ചിരിച്ചുകൊണ്ടാണ് കാര്യം. ഈ പോർച്ചുഗൽ എന്ന് പറയുന്ന രാജ്യം നമ്മൾ കേട്ടിട്ടുള്ളതും പഠിച്ചിട്ടൊക്കെ ഉള്ളതും പറങ്കിപ്പട പണ്ട് ഓരോ രാജ്യങ്ങളൊന്ന് ആക്രമിക്കണതും അധിനിവേശങ്ങൾ നടത്തണതും അവിടുത്തെ സാധനം കൊള്ളയടിച്ചുകൊണ്ട് പോണതും. പക്ഷേ ഒരു 10-25 വർഷമായിട്ട്, ഒരു 25 വർഷമായിട്ട് ഒരു മനുഷ്യൻ്റെ പേരിൽ ആ രാജ്യത്തെയും ആ മനുഷ്യനെയും ആ രാജ്യത്തിൻ്റെ പതാകയും എല്ലാം കോടിക്കണക്കിന് മനുഷ്യർ നെഞ്ചിലേറ്റി കൊണ്ടു നടക്കുന്നുണ്ട്. പക്ഷേ ഇന്നലത്തെ 2022 ലോകകപ്പിൽ ഒരു ടീം എങ്ങനെയാണോ ഒരു മനുഷ്യനെ ചതിക്കുന്നതും ഒരു രാജ്യത്തെ ജനങ്ങളെ മൊത്തത്തിൽ ചതിക്കുന്നതെന്നും നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇന്നലത്തെ കളിയും അതിലൊരു മനുഷ്യൻ ചങ്ക് പൊട്ടിക്കരയാണ്. അത് സഹിക്കാൻ പറ്റൂലോ മനുഷ്യർ. ആ മനുഷ്യൻ്റെ പേരിലാണ് ഒരു ഇത്രയും കോടിക്കണക്കിന് ആ രാജ്യത്തുള്ളതിനേക്കാളും ജനങ്ങൾ ആ രാജ്യത്തിൻ്റെ പതാക കൊണ്ട് നടക്കുന്നതും അദ്ദേഹത്തിന് പോസ്റ്റ് വയ്ക്കണതും ആ രാജ്യത്തിൻ്റെ ഇതെല്ലാം വയ്ക്കണതും എല്ലാം നമ്മൾ കണ്ടിട്ടുള്ളത്. അതേപോലെ അദ്ദേഹം ഇന്നലെ ബ്രൂണോയും അവൻ്റെ കൂടെയുള്ള ടീമും അംഗങ്ങളും അവന്മാർ ഇതാവാൻ വേണ്ടിയിട്ട് തന്നെ ഇതൊന്നും കേൾക്കില്ലെന്ന് പറഞ്ഞിട്ട്, എന്നാലും എൻ്റെ ഒരു മനസ്സിലായത് അത് പറയണമെന്ന് എനിക്ക് തോന്നി. ഞാൻ എൻ്റെ തട്ടുകടയിൽ വെട്ടമില്ലാതിരുന്നു, ലൈറ്റ് കത്താറായി. 8 മണിക്ക് 9 മണിക്കൊക്കെ ലൈറ്റ് ഓഫായി പോയി. കച്ചവടം ഇല്ലാതെ വരുന്ന സമയത്ത് ഇത്രയും വിഷമിച്ചിട്ട് എടുത്തിട്ടൊന്നുമില്ല. പക്ഷേ ആ മനുഷ്യൻ ഇന്നലെ ആ സ്റ്റേഡിയത്തിൽ നിന്ന് കരയണേണ്ട ഏതോ ഒരു മനുഷ്യർ അദ്ദേഹത്തെ സ്നേഹിക്കുക, ആ രാജ്യത്തെ സ്നേഹിക്കുക, അദ്ദേഹത്തിൻ്റെ കളിയെ വീക്ഷിക്കുകയും ചെയ്യണം. ഏതൊരു മനുഷ്യനും ചങ്ക് പൊട്ടിപ്പോവും. അതുപോലെ ആ ടീം ഒരു രാജ്യത്തെ വഞ്ചിക്കുന്നത് പോലെ ആ ടീമിലുള്ള അംഗങ്ങൾ ആ മനുഷ്യനെ വഞ്ചിച്ചത്. ഒരു 19 മിനിറ്റോളം ആ മനുഷ്യന് ബോൾ കൊടുക്കാതെ ഇരുന്ന്. ഇതുകൊണ്ടൊക്കെ ഇവരെന്താണ് ഉദ്ദേശിച്ചതെന്ന്, ഇവന്മാർ വല്ല ടൂറിന് വന്നതാണ് ഈ വെറുവാക്കലം കെട്ടവന്മാരെന്ന് എനിക്കറിയാൻ വയ്യ. ഈ ടീമിലുള്ള നിൻ്റെ ടീമിലുള്ള മറ്റേ കൂട്ടുകക്ഷികളുണ്ടല്ലോ, കളിക്കാരന്മാർ, അവന്മാരോടുത്ത് പറയുക, നീയൊക്കെ എന്ത് മയിര് പറിക്കാനായിട്ടാണ് വന്നത്? ആ മനുഷ്യൻ്റെ കൂടെ ഒന്ന് നിന്ന് കൊടുത്താൽ മതിയായിരുന്നു. നീയൊക്കെ ഒന്ന് സപ്പോർട്ടായിട്ട് അയാൾ കൂടെ നിന്ന്. അയാൾക്കിപ്പോൾ ഈ ലോകകപ്പ് കൊണ്ട് ഒന്നും നേടാനില്ല. ഒരുപാട് ഫെയിമും ഉണ്ട്, കാശും ഉണ്ട്. വെറുതെ വീട്ടിൽ ഇരുന്നാൽ മാത്രം മതി. എന്നിട്ടും അയാൾ ഈ പ്രായത്തിലും, കഴിഞ്ഞ ലോകകപ്പോടുകൂടി എല്ലാവരും പറഞ്ഞതാണ് ഇപ്രാവശ്യം കാണില്ല, കഴിഞ്ഞതിന് നിർത്തുമെന്ന്. എന്നിട്ടും അയാൾ എന്തുമാത്രം
എന്തുമാത്രം അയാൾ കഷ്ടപ്പെട്ടിട്ടായിരിക്കും ഈ ലോകകപ്പിൽ അയാൾ എന്ത് പ്രതീക്ഷയോടെ ആയിരിക്കും വന്നിട്ടുള്ളത്. കഴിഞ്ഞ പ്രാവശ്യം മെസ്സിയുടെ കൂടെ ആ ടീമും ആ രാജ്യവും എല്ലാം നിന്നതുപോലെ നിനക്കൊക്കെ ഒന്ന് അയാളെ കൂടെ ഒന്ന് നിന്ന് കൊടുത്താൽ പോരായിരുന്നു. സത്യത്തിൽ എന്തോ ആ മനുഷ്യൻ ചങ്ക് പൊട്ടണത് സഹിക്കാൻ പറ്റാത്തതുകൊണ്ട് ചിലർ വന്ന് കമൻ്റൊക്കെ ഇടുമായിരിക്കും, ആരെങ്കിലും ചത്തുപോയാലേ. എന്നാലും ഒരു മനുഷ്യൻ ഇത്രയും ആത്മാർത്ഥമായിട്ട് അയാൾ ഡിസർവ് ചെയ്യുന്നുണ്ടായിരുന്നു ഇല്ലേ? കാണുന്നവർക്കും എല്ലാവർക്കും അറിയാം അയാൾ ഈ ലോകകപ്പ് നേടുമായിരുന്നു. പക്ഷേ അന്ന് കൊളംബിയയുടെ കളിക്കാരനായിട്ടുള്ള എസ്കോബാർ ആ അബദ്ധത്തിലാണ് അന്ന് ഗോളടിച്ചത് USA കളിയിൽ. പക്ഷേ അവന് അബദ്ധത്തിലടിച്ച് അവന് ക്ഷമിക്കാനായിട്ട് ആൾക്ക് പറ്റിയില്ല. പക്ഷെ നീയൊക്കെ കൂടെ പോലും നിന്നില്ല, നീയൊക്കെ ചതിച്ചതാ. അല്ല എന്ന് പറയില്ല, നീയൊക്കെ മൊത്തത്തിൽ ടീമിനെയും റൊണാൾഡോയും ചതിച്ചത് തന്നെയാണ്. ഇത്രയും കോടിക്കണക്കിന് മനുഷ്യർ ഒരു മനുഷ്യൻ്റെ പുറകെ പോകുന്നുണ്ടെങ്കിൽ അയാൾ എന്തുമാത്രം ടാലൻ്റ് ഉള്ളതും നല്ല മനുഷ്യനുമായിരിക്കും. പക്ഷെ പ്രതീക്ഷിച്ചില്ല ഈ ലോകകപ്പ് അയാൾ നേടുമെന്ന് തന്നെയാണ് എല്ലാവരും. ആര് വന്ന് എനിക്കെതിരായിട്ട് ഇവളാരെങ്കിലും ചത്തുപോയാന്ന് പറഞ്ഞാലും അതൊന്നും എനിക്കൊരു വിഷയമല്ല. പക്ഷെ എനിക്കിങ്ങനെ ഒരു വീഡിയോ ഇടണമെന്ന് തോന്നി. എസ്കോബാർ പാവം അറിയാതെ ഗോളടിച്ചു പോയത്. പക്ഷെ അറിഞ്ഞുകൊണ്ട് ഇത്ര അവന്മാരോട് ഒരു രാജ്യത്തെയും സ്നേഹിക്കുന്ന മനുഷ്യരെയും ചോദിച്ചാൽ നിന്നെയൊക്കെ തീവ്രവാദികളെന്നേ വിളിക്കാൻ പറ്റുള്ളൂ, അല്ലാതെ വേറെ ഒന്നും വിളിക്കാൻ പറ്റില്ല. അത്രയ്ക്ക് വിഷമമുണ്ട്. അദ്ദേഹത്തിനൊന്നും പോകാനില്ലട. അയാളെ ചങ്ക് പൊട്ടി കരച്ചിൽ കണ്ട സഹിക്കൂല മനുഷ്യനെ. ഫുട്ബോളിനെ സ്നേഹിക്കുന്നവരും അയാളിനെ സ്നേഹിക്കുന്നവരാരും. പക്ഷെ എനിക്കിങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് തോന്നി ഞാൻ ചെയ്തത്.